ഖുർആൻ ഓതലിനെ വർദ്ധിപ്പിക്കൽ സുന്നത്താണ്. ഖുർആൻ ഓതൽ സുന്നത്താണല്ല, ഓത്തിനെ വർദ്ധിപ്പിക്കൽ സുന്നത്താണ്. സ്വതക്കനെ വർദ്ധിപ്പിക്കുക, ഖുർആൻ ഓത്തിനെ വർദ്ധിപ്പിക്കുക. അവിടെ പറയണ എന്താ വെച്ചാല്, പിന്നെ ഈ ഖുർആനോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുല്ലി മക്കാൻ വയറ് നേവല്ലോ കക്കൂസ് പോലത്തതല്ലാത്ത എല്ലായിടത്തും നോമ്പിട്ട് മനുഷ്യന്മാർ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക. അത്തല്ലമ്മ പൊളിപ്പരിയിലടക്കം ഒത്തൊരേക്ക് റോട്ടില് ഇതൊക്കെ എപ്പോഴാന്നറിയോ? ഈ നമുക്കനോ തദബ്ബറിന് ഒറ്റയിൽ തദബ്ബുർ കിറാത്ത് വലിയ സുന്നത്തൻ്റെ ഖുർആനാണ്. ഖുർആന്റെ ആശയങ്ങൾ ചിന്തിക്കുക. തർജ്ജമല്ല തർജ്ജമ എന്നുണ്ടെങ്കിൽ ഖുർആന്റെ പദാനുപദ അർത്ഥം പറയലാണ്. അത് ശരിക്കും തർജ്ജമ പറയാനുള്ളത് നടക്കില്ല. അതല്ല, ഖുർആന്റെ ആശയങ്ങളുടെ ലോകങ്ങളാണ് ഓരോ ആയത്തിൽ. ശരി, ഇങ്ങനെ ചിന്തിക്കുകയാണ്. അതിപ്പോൾ നമ്മളെ സംബന്ധിച്ച് നടക്കൂല, അറിയാം. പക്ഷേ നാടന്മാരെ സാധാരണക്കാരെ സംബന്ധിച്ച് തർജ്ജമ തന്നെ കിട്ടൂല. ഇതിൻ്റെ ആശയങ്ങൾ അങ്ങനെ സുന്നത്തുണ്ട് എന്ന് പറയാം. നമ്മൾ പറയണത് ഖുർആൻ ഓതുമ്പോൾ അതിൻ്റെ ആശയങ്ങൾ ചിന്തിക്കുക എന്നുള്ളത് മുടുക്കാര് സുന്നത്താണ്. ഖുർആൻ ഓതും തർജ്ജമല്ല എന്തല്ലോ ഒന്ന് എന്നെയാണ് കാര്യം പറഞ്ഞാ ഈ ആശയമൊന്നും കിട്ടൂല. ചുറ്റും ഖുർആൻ ഓതൽ കൂലിട്ടുന്ന കാര്യമാണ്. അർത്ഥം അറിഞ്ഞെങ്കിൽ ആശയങ്ങൾ ചിന്തിച്ചെങ്കിലേ കൂലിട്ടുള്ളൂ എന്നോടും പറഞ്ഞിട്ടില്ല. ഞാൻ അടുത്തും കൂടി കേട്ടോടെ നോക്കി എൻ്റെ ബാക്കിയോടും കേൾക്കണം, അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ഈ റോട്ടിൽ എല്ലായിടത്തുനിന്നും ഓതാന്ന് പറഞ്ഞു വന്നാണ് തദബ്ബറിന് പറ്റെങ്കിലാണ്. പത്തിനാവത്ത് മുസ്ഹഫ് അഫ്ളലോ, മുസ്ഹഫ് നോക്കി ഓതലാണ് ഏറ്റവും നല്ലത്, അഫ്ളലാണ്. അതിൻ്റെ പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. യുസന്നിസ്തിബാൽ കിബില, കിബിലക്ക് മുന്നിട്ട് ഓതൽ സുന്നത്താണ്. ഖുർആൻ ഓതാൻ ഇരിക്കലേലും അപ്പോൾ കിബിലക്ക് മുന്നിട്ടിരിക്കുക, അതെൻ്റെ സുന്നത്താണ്. ഒരു ചോറ് ഉറക്കാൻ ഓതലും സുന്നത്താണ്, മെല്ലല്ല ഉറപ്പ് ഓതൽ സുന്നത്താണ്. എപ്പം എന്നൊരു നമ്മിനെ ലോകമാനം ഒന്നും ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പുണ്ടെങ്കിലാണ്. അപ്പം വലിയ ഊത്തുകാരനാണ് എല്ലാവരും കിടക്കട്ടെ വെച്ചിട്ടുള്ള ഉദ്ദേശങ്ങളൊന്നുമില്ല എങ്കിൽ ഉറക്കോതാണ് നല്ലത്. പിന്നെ പറയും യുഷഫ്ദി സലാൻ മുസല്ലിൻ, നിസ്കരിക്കുന്ന പോലത്തെ ആളുകളുടെ മേലെ അതുകൊണ്ട് റെസിഡീസ് ഒന്നും എത്തുന്നുണ്ടെങ്കിലാണ് ഉറക്കെ. ഇപ്പോൾ പള്ളിക്കുന്നോ വൈകുന്നാണെങ്കിലും ഇവിടെ നിസ്കരിക്കുന്ന ഒരാൾ ഓനെ ശല്യം ചെയ്തുകൊണ്ട് ഉറക്കെ എന്തെങ്കിലും ഉറക്കോതാൻ പറഞ്ഞത്. അവൻ നായ്മിനെ ഉറങ്ങണമെന്ന് ശല്യം ഞാൻ പാടില്ല. ഉറങ്ങണവനും ഖുർആനോത്തുകൊണ്ട് ശല്യം വരാൻ പാടില്ല. ഏതാണ് ഉറങ്ങണോട് ഉറങ്ങിക്കോട്ടെ, ഓനെ സ്വീപ്പാക്കരുത് ഖുർആൻ ഓതിയാണ്ട്. മനസ്സിലായോ? പള്ളിയാണോ അല്ലയെന്നൊന്നും പറഞ്ഞില്ല. പള്ളിക്കെല്ലാം എന്താ ഉറങ്ങനല്ലാണല്ലോ. പള്ളിക്കെട്ട് വീട്ടിച്ച് ഉറങ്ങിയ ഭയങ്കര കൂലില്ല. ഇനി ഒരു ഫാമിലി നമുക്ക് പറഞ്ഞുതരാം. അതാണ് മാതൃ പള്ളിക്കത്തെ ഫാമിലി നോമ്പിൻ്റെ ഒരു പ്രത്യേക അമലുപ്പ് പറയാൻ പോവാണ്. അപ്പോൾ നമുക്ക് നല്ല മനസ്സിലാവും. ഉറങ്ങണമെന്നും ശല്യം ഉണ്ടാവരുത്, നിസ്കരിക്കണമെന്നും ശല്യം ഉണ്ടാവില്ല എന്ന് തന്നെ ഈ ഉറക്കം ഓതാണ് ഖുർആൻ ഓതുമ്പോൾ നല്ലത്. നിങ്ങൾ നോക്കി ഒത്തിലാവത്തുവിന് മുസഫിൽ നോക്കി ഓതലേ വൈ കവ്യ ഹിഫലോ, ഈ എത്ര ഹിഫലുള്ള ആളാണെങ്കിലും ശരി, ഭയങ്കര ഹാഫിലാണ്. ഒരു അക്ഷരം വായ്പില്ല, ഹറക്കത്ത് വായ്പില്ല, ഒരു ഇറാബ് വായ്പില്ല. ചില അതിൽ നിന്ന് ഇറാബ് റഫുള്ള ജറാബ് അങ്ങനെയൊക്കെ വരും. ഇത് അങ്ങനത്തെ അല്ല. നല്ല കരുത്തനായ ഹാഫിദാണെങ്കിൽ പോലും ആ ഓത്തിൽ എന്നോ യജ്മു ഫി ബൈന നദരികിൽ മുസാഫി ബൈനൽ ഖിറാഅത്തി, മുസാഫിലേക്ക് നോക്കലും വന്നു ഓതലും വന്നു. രണ്ട് കാര്യമുണ്ട്. മുസാഫ് നോക്കി വരുമ്പോൾ മുസാഫിലേക്ക് നോക്കുക എന്നുള്ളൊരു ചെറുതാണോ? അതിന് ഭയങ്കരല്ലേ. ഇഫൽ എന്തെന്ന് പറഞ്ഞാൽ കാണാൻ ഒരു കിട്ടുമോ? അതാ കാര്യം. എന്തായാലും എങ്ങനെയുണ്ട്? അവിടെ മുസാഫിലേക്കുള്ള നോട്ടമുണ്ട്, ഓത്തുണ്ട്, രണ്ട് സംഗതിയുണ്ട്. അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്. കണ്ടാൽ നിങ്ങൾ എല്ലാ മസലക്കും ഇങ്ങനെ വിഷയം പറയുന്നത്. എമ്പകൈ എന്ന മഹല്ലവും ആലം മുസഫിൽ നോക്കി ഓതുമ്പോൾ അവൻ്റെ കിറാത്തിന്റെ ഹുഷവും പോകുന്നു, തദബ്ബറും ഇല്ലെങ്കിലാണ് ഇപ്പം ഓച്ചെങ്കിലാണ് അത് ഓതാനുള്ളത്. നോക്കുമ്പോഴത്തേനും പിന്നെ ഹുഷവും പോവുകയാണ്, തദബ്ബർ ചെയ്യാൻ കഴിയണില്ല. തദബ്ബർ വെച്ചാൽ ചിന്തിക്കലാട്ടോ. ഈ ചിന്തിക്കുന്നത് നിങ്ങൾക്കൊരു കാര്യം, ഞാൻ വായിച്ചൊരു കാര്യം കൂടി നിങ്ങൾ പുതിയ പങ്കുവെക്കുകയാണ്. അബ്ദുല്ലാഡിയാർ എന്നൊരു ചങ്ങായിൻ്റെ തമിഴ്നാട്ടിൽ മുസ്ലിമായ ആളാണ്. ഭയങ്കര എഴുത്തുകാരനും തമിഴ്നാട്ടിലെ കലയിലാമണി അവാർഡ് ജേതാവുമായിട്ടുള്ള വലിയൊരു എഴുത്തുകാരനും ചിന്തകനും വലിയ നിരീശ്വരവാദി കേരിവിനെ ഇസ്ലാമിലേക്ക് വന്ന ആളാണ്. ജയിലിൽ നാട്ടിൽ കിട്ടിയപ്പം ഖുർആൻ പരിഭാഷ വായിച്ച് ഖുർആനിലേക്ക് വന്ന ആളാണ്. അയാൾ അങ്ങനെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, തടവറയിൽ നിന്ന് പള്ളിയിലേക്ക് എന്ന് പറഞ്ഞിട്ട്. ജയിൽവാസാണ് മൂപ്പര് ഇസ്ലാമിലേക്ക് നയിച്ചത്, ഖുർആൻ പരിഭാഷ വായിച്ചാണ് അയാൾ. അപ്പോൾ ഇതിൽ അയാളിങ്ങനെ പറയുന്നുണ്ട്, ഖുർആനെ സംബന്ധിച്ച് വിജ്ഞാനത്തിൻ്റെ സാഗരം എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. സാഗരത്തിലുള്ള മുത്ത് ഇങ്ങനെ വാരി വാരി തീരും. ഖുർആനിലെ മുത്ത് തീരല്ല, കൂടി കൂടി വരിക ചെയ്യുന്നു. ആശയങ്ങളെ അത് ബുദ്ധിജീവിയാണ്. ഖുർആന്റെ ആശയങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ കൂടി കോരിക്കോറും കുറയല്ല. കടലിലെ മുത്ത് കോരി
അപ്പോൾ വിജ്ഞാനത്തിൻ്റെ സാഗരം എന്ന് ഖുർആനെ പറ്റി വിശേഷിപ്പിക്കാൻ പറ്റുക എന്നല്ല പറയുന്നത്. നിരീശ്വരവാദിൻ്റെ മകനായിട്ട് ജനിച്ച് കുറേ നിരീശ്വരവാദമായിട്ട് നടന്ന് പിന്നെ ഇസ്ലാമിലേക്ക് വന്നൊരു മനുഷ്യൻ പറയാം അയാൾക്ക് ബുദ്ധിയുണ്ട്. അബ്ദുള്ള അടിയാർ മരിച്ചുപോയി. ഇവിടെ ജമാഅത്തേരി മുപ്പര പുസ്തകം കൊണ്ടിരുന്നീங்க. മുപ്പര് ജമാഅത്താണെങ്കിലും എനിക്കറിയില്ല കേട്ടോ. പക്ഷേ പുസ്തകങ്ങളുടെ അടുത്താണ് ഡെയിലി ഞാൻ വായിച്ചതാണ്. അയാൾ ഞാൻ സ്നേഹിക്കുന്ന ഇസ്ലാം എന്നുള്ള പുസ്തകം, പിന്നെ തടവറൻ്റെ പള്ളിയിലേക്ക് എന്നുള്ള പുസ്തകം, അതിൻ്റെയൊക്കെ പരിഭാഷ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തമിഴിൽ എഴുതിയതിൻ്റെ അയ്യം വായിച്ചതാണ്. നല്ല പോയിന്റും പറയണ്ടായത്, ബടായി പറയല്ല. അയാളൊരു പോയിന്റ് പറയുന്നത് നിസ്കാരത്തിനും മറ്റൊക്കെ ഉള്ള ഓരോ കാര്യങ്ങൾ അത് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഈ പണ്ട് ശരിയാണ് മനസ്സിലായിട്ട് പറയുന്നുണ്ട്. അതാണ് തദബ്ബുറു എന്ന സംഗതി. നമുക്ക് മനസ്സിലായോ? ഖുർആനിലുള്ള തദബ്ബുറു പറഞ്ഞാൽ അതാണ്. നമ്മൾ ഷാഫി തങ്ങളൊക്കെ ഒരു രാത്രി ആകെ ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാത്രി ഫുള്ളായിട്ട് ഒരൊറ്റയായിട്ട് അങ്ങനെ ചിന്തിച്ച് ഓതിക്കൊണ്ട് നേരം കൊടുക്കുന്ന ജോലി നമുക്കുണ്ട്. അതാണ് തദബ്ബുർ. അപ്പോൾ ആ തദബ്ബുറിനും ഖുശൂനും വിഘാതമല്ലെങ്കിൽ മുസാഫിലേക്ക് നോക്കലാണ് നല്ലത്. എരിഫുൾ അത്ര ഉണ്ടെങ്കിൽ. ഇനി കേട്ടോളേ, തിലാവത്തുൽ ഖുർആൻ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ മുദാറസത്തും സുന്നത്താണ്. മുദാറസത്ത് വെച്ചാൽ ഒരാൾക്ക് ഓടി കൊടുക്കുക. ഖുർആൻ നമ്മൾ ഒരാൾക്ക് ഓതി കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങോട്ട് ഓതി തരാം. ഒരാൾ ഓതിനെ കേൾക്കുക, പഠനം നടത്തില്ലേ, ഇന്നലെ ദൗറ എന്നൊക്കെ പറയേ ആ പരിപാടി. ഈ പറഞ്ഞ ഇദാറത്ത് എന്നാണ്. മുഅബ്ബറു അന്നാഫി കലാമിൻ ബിൽ ഇദാറത്ത് ഹാഫിലിങ്ങൾക്ക് ദൗറ നടത്തലാണ്. ഓതി ഇങ്ങനെ നോക്കുക, വേഗം നോക്കുക. ആ പരിപാടിക്ക് മുദാറസത്ത് അറിയും. അതും നോമ്പ് 2 സുന്നത്തുണ്ട്. ഓതൽ മാത്രമല്ല, ഓത് കേൾക്കൽ സുന്നത്ത് ഉണ്ടല്ലോ. ഒരാൾ ഖുർആൻ ഓതനെ ശ്രദ്ധിച്ച് കേൾക്കൽ തന്നെ ഓതനേന് വലിയ കമ്മിയൊന്നുമില്ലാത്ത കൂലിയിടുന്ന കാര്യമാണ്. ഇതൊക്കെ നോമ്പ് 2 വലിയ സുന്നത്ത്. ഇനി ഒരു സുന്നത്തോട് ഞാൻ പറയട്ടെ, കാരണം ഇതിങ്ങനെ നീട്ടിക്കൊണ്ടിട്ട് കാര്യമില്ല. നാളെ ഇപ്പം നമ്മുടെ ഉണ്ടാവില്ല. സുന്നത്ത് നിർത്താം. ഒന്നുകൂടി പറയട്ടോ മാഷെ. പിന്നെ എന്താ അറിയോ, ഈ റമദാൻ മാസത്തിൽ അധികമായിട്ട് ഈത്തിക്കാഫ് ഇരിക്കൽ സുന്നത്താ. നോമ്പിട്ടുണ്ടേ ഈത്തിക്കാഫ് ഇരിക്കുക. കാരണം എന്താണെന്നറിയേ, സ്വതത്ത് വർദ്ധിപ്പിക്കാൻ കാരണം പറഞ്ഞു. പിന്നെ ഓരോന്നിനും കാര്യങ്ങൾ നമ്മൾ പറയണ്ടേ. ഇതിൻ്റെ ഒരു ഹില്ലത്ത് പറയണത് ലി അന്നഹു അഖ്റബു, ഈത്തിക്കാഫ് ഇരിക്കൽ ഏറ്റവും നല്ലതാണ്, അടുത്തതാണ്. സൗനിൻ നഫ്സി, നഫ്സിനെ കാക്കാൻ, ഇബാദത്തിലേക്ക് അതിനങ്ങോട്ട് മിരതമാക്കാൻ ഏറ്റവും സഹായകരമാണ് ഇത്തികാഫ്. കാരണം എന്താ ഇത്തികാഫ്? പള്ളിയിൽ ഇങ്ങനെ ഇരുന്നാണ്ട് ഫോൺ വിളിച്ചാണ്ട് ഭൂമി കച്ചവടം ചെയ്യണതൊക്കെ ഉണ്ട്. അല്ല, അതല്ല ഇത്തികാഫ് പറയണെങ്കിൽ. ഫോണൊന്നും കൊണ്ടുവരില്ല. അള്ളാൻ്റെ വീട്ടിൽ അള്ളാൻ്റെ അതിഥിയായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. മഹാന്മാരെ കൊണ്ട് കബറിലേക്കുള്ള വലിയ പരിശീലനമാണ് ഇത്തികാഫ്. കബറിലല്ലല്ലോ, കബറിൽ നിന്നും മൈതസ്കാത്തിലെ ദുആ കേട്ടില്ലേ, നരിരങ്ങൊരു വായ്പാണ് അല്ലാഹുമ്മ ഇന്നഹു നസലബിക. ഇവൻ നിന്റെ അതിഥിയായി വന്നിരിക്കുകയാണ്. വന്ത ഖൈർ മൻസൂലിൻ ബിഹി, നീ ഏറ്റവും നല്ല ആതിഥേയനാണ്. ഖറജ മിൻ റൗഹി ദുനിയ വസാറ്റിയ വമഹബൂബി വഅഹിബ്ബായി ഫിയ, അവൻ്റെ ഉറ്റവരും ഉടയവരുമായിട്ടുള്ള എല്ലാത്തിൽ നിന്നും വിട്ടുപിരിഞ്ഞ് നിന്റെ അതിഥിയായി ഇപ്പോൾ കബർക്ക് വന്നിട്ടാണ് അവിടെ സ്വനെ. ആ അള്ളാൻ്റെ അതിഥിയായി ഇരിക്കലാണ് പള്ളിയിൽ ഇത്തികാഫ് പറഞ്ഞത്. വേറൊരു ചിന്തയില്ല. പള്ളിൻ്റെ ഉറുമത്ത്, പള്ളീൻ്റെ ഉയർത്തിനെ സംബന്ധിച്ച് പറഞ്ഞ ഒരു മസല ഞാൻ ചിലപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയില്ല ഒരു മസല പറയണത്. ഞങ്ങളൊരു സാധനം കാണാനല്ലേ പള്ളിക്കൊന്ന് പറയാൻ പാടില്ല. എൻ്റെ മൊബൈൽ കാണാനില്ല, എൻ്റെ ടോർച്ച് എന്ത് ചെയ്യില്ല എന്നാലും പണ്ടൊന്ന് പള്ളിക്കൊന്ന് ചോദിക്കാൻ അതുപോലെ അങ്ങനെ പറഞ്ഞാൽ നമ്മളെന്ത് പറയണ, ഇത് കിട്ടാക്കട്ടെ എന്ന് പറയണമെന്നാ. അള്ളാൻ റസൂലിൻ്റെ കാലത്ത് ഒരാളിൻ്റെ ഒട്ടകം കാണാനില്ല. തങ്ങൾ ഉടനെ പറഞ്ഞില്ല ആ വജത്ത അല്പം കിട്ടാകട്ടെ എന്ന് പറഞ്ഞു. കിട്ടിയൊന്നും അത് പറയാൻ പാടില്ല. പള്ളിക്കന്ന് ഒരു സാധനം കിട്ടിയത് പള്ളിക്കന്ന് ഉണ്ടാക്കാൻ പാടില്ല, കറാത്താണ്. പള്ളിൻ്റെ പുറത്താ വാതിക്കന്നാ പറയണ്ടേ, കിട്ടിയാ പറയണ്ടേ. ഒരു സാധനം എടുത്ത് ഇപ്പം കയ്യിൽ വെച്ചാൽ മതിയോ? ഒരു സാധനം നമ്മൾ എടുത്താൽ അതിന് ചില നിയമങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും മല്ലാക്കാരുടെ തുറത്തിട്ടൊന്നും കാര്യമില്ല, അത്രയും കഴിക്കില്ല. ഭാഷ കൊടുത്താൽ മല്ലാക്കാരൊക്കെ ഉണ്ടെന്നേ മോടിയത്തപ്പെട്ട പേരാ. അതിൻ്റെ ഉത്തരവാദിത്തം കഴിക്കില്ല, ആരും എടുക്കാൻ നിൽക്കണ്ട. എടുത്ത ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, പറയണം, പരസ്യം ചെയ്യാം. പള്ളീൻ്റെ ഉള്ളിൽ നിന്ന് പറയാൻ പാടില്ല. അങ്ങനെ ഉണ്ട് ആരോഗ്യ നിങ്ങൾ. അതാണ് പള്ളീൻ്റെ ഫീബയൂത്തിൻ അതിനല്ലാവും തുറുഫായ ഒക്കെ പറയല്ല, അത് പറ്റുക. അതിന് കുഴപ്പമില്ല. അറിയിക്കാം. ഏത് മനുഷ്യർക്ക് പറയാനല്ലേ, കച്ചവടമാണോ? അപ്പോൾ സാധനം കടവ് പോയാൽ 40 ദിവസം പരിശീലനം പള്ളിയിൽ 40 ദിവസം അല്ല, സാധനത്തിൻ്റെ മൂല്യത്തിനനുസരിച്ച് ഒരു കൊല്ലം വരെ. അന്ന് ശ്രദ്ധയാണെങ്കിൽ പിന്നെ 1-2 വട്ടം പറഞ്ഞാൽ മതി. തീരെ വിലയില്ലാത്ത സാധനമാണെങ്കിൽ
നല്ല വിലയുള്ള ആഭരണം നോക്കുകയാണെങ്കിൽ ആഴ്ചയിലൊരിക്കൽമാർക്ക് ഒരു കൊല്ലം വരെ ഇതൊന്നും വേണ്ട. ആള് കൂടുന്നിടത്ത് കൂടുന്നത് ഉദാഹരണം പള്ളിയാണ് പറഞ്ഞില്ലേ. ഇപ്പം അങ്ങാടിയാണ് ഈ ആളുള്ള സ്ഥലം. ഇപ്പം നമുക്ക് പിന്നെ വാട്സപ്പിലൊക്കെ ഗ്രൂപ്പിലൊക്കെ നല്ലോണം പരസ്യം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ആളുകളൊക്കെ അറിയുന്ന കോലത്തിൽ പരസ്യം ചെയ്യണമെന്നാണ്. പള്ളി കത്തിയില്ല, അതാ പള്ളി കത്തിയില്ല എന്ന് പറയുന്നത്. അവിടെ തന്നെ പോയിന്റ് മനസ്സിലാക്കുന്നുണ്ട്. കറാത്താണ് പള്ളിക്കെന്ന് പറയും. അറിഞ്ഞതാണ് ഞാൻ ഇതേമാതിരി മയത്തിൻ്റെ നിൽക്കാൻ്റെ സമയത്ത് ചാവി എൻ്റെ തോന്നുന്നു വണ്ടിൻ്റെ ചാവി ഇതൊക്കെ പറഞ്ഞാൽ സാർ. അപ്പം ഞാൻ വന്നത് പറയാൻ പറ്റില്ല. ഇതൊരാൾ വണ്ടി കൂടായി ഇതിനേക്കാൾ ചാവി ഇട്ടല്ലോ വെച്ച് ഞാൻ ആ മസ്സനെന്ന് പറഞ്ഞു മൈക്കിൽ. ഒരാൾ ചാവി എന്നത് പറയാൻ പറഞ്ഞു. ഞാൻ പള്ളിക്കെന്ന് പറയല് കറാത്താന്ന് പറഞ്ഞത്. അപ്പോൾ ചാവിൻ്റെ ആൾ ഒന്നും ചെയ്ത് ആളുകൾ ചൂടായിട്ട് തരണ്ടോ. അതാണ് പള്ളി. ആ പള്ളിയിലുള്ള ഈത്തിക്കാബ് മനസ്സിലാക്കണം. ഇത് ഈത്തിക്കാബിനെ സംബന്ധിച്ച് ലാസിയമാരി അവസാനത്തെ 10 വളരെ മുടുക്കായ സുന്നത്താണ്. റമളാൻ മാസത്തിൽ മൊത്തം ഈത്തിക്കാബ് എന്താണ്? സുന്നത്താണ്. അവസാനത്തെ 10 അത് വളരെ സ്ട്രോങ് ആണ്. ഫയ്യുത്ത അക്കതിലും അവസാനത്തെ മുടുക്കായ സുന്നത്താണ്. ഇഖ്താറുൽ ഫലാസത്തിൽ മദ്കൂർ ഈ പറഞ്ഞ 3 കാര്യം പറയിപ്പിക്കുക. ഈത്തിക്കാബ്, ഖുർആനോത്ത്, സദഖ. ഈ 3 അവസാനത്തെ 10 മുടുക്കാൻ കാരണം ഇത്തിബാന് വേണ്ടി റസൂൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ 10 കഴിഞ്ഞാൽ പള്ളിയിൽ ഇത്തികാഫ് ഇരുന്നിട്ടേ ഉള്ളൂ. പരിക്കില്ല പോകില്ല. അതിനെപ്പോൾ വരിക? 20 അസ്തമിച്ചാൽ 21 രാവോട് കൂടെ പുറത്തിറങ്ങാം. 20 മുമ്പ് രാവിൻ്റെ മുമ്പ് പള്ളിക്കാർക്ക് അതൊക്കെ ഇതിൽ പറയും കിതാബിൽ. 20 എന്നുവെച്ചെങ്കിൽ അടുത്ത വെള്ളിയാഴ്ചക്കാർ 20. അപ്പുറത്ത് വെള്ളിയാഴ്ച 20 ആണെങ്കിൽ വെള്ളിയാഴ്ച അസ്തമിച്ച രാവ് 20. അപ്പോൾ 21 രാവാണ്. വെള്ളിയാഴ്ച അസറിൻ്റെ ദിവസം പള്ളിക്കാർ കടന്നിട്ട് പെരുന്നാൾ സ്പേസിച്ച് പിന്നെ പെരീക്ക് ഓരാണ് സുന്നത്ത്. അത് മുടുക്കായ സുന്നത്താണ്. മുടുക്കായ സുന്നത്ത് പറഞ്ഞാൽ കഴിഞ്ഞാൽ കറാത്ത് വരുന്നേ. അങ്ങനെയുണ്ട്. അങ്ങനെ നമ്പർ ഇവിടെയൊക്കെ ഉണ്ടോ? വടക്കൻ മലബാറിലിപ്പോൾ എല്ലാ പള്ളിയിലും ഉണ്ട്. ഞങ്ങളൊക്കെ പോയിന് പള്ളിയിലൊക്കെ 4-5 കാരണന്മാർ പള്ളിയിൽ എത്തിക്കാൻ 10 ദിവസം. ഈ 10 ദിവസം എത്തിക്കാവുക ഓന് പിന്നെ പെരുന്നാൾ സ്റ്റേജിലേ പോവുള്ളൂ. ഒരു അത്തായും നോമ്പറൊക്കെ കുട്ടികൾ പേരക്കളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുക. ഒരു മാറാൻ പോയിട്ട് ടൂറിയും കുപ്പായും കള്ളിത്തിനൊക്കെ ഒരു പള്ളിക്ക് വരിക, പള്ളി കിടക്കുക. ഞങ്ങൾ 2 പള്ളി പോയി 2 പള്ളി പോയി ഞാൻ ആഗ്രഹത്തിൽ. അപ്പോൾ ബാബാട്ടങ്ങനെ പള്ളിയിലുണ്ടായിരുന്നു. ഇപ്പോൾ 4-5 ആൾ ഫുള്ളായിട്ട് ഇത്തിക്കാപ്പിരിക്കുക. അവിടെ പിന്നെ അവർക്ക് നോമ്പ് തുറക്കാൻ ഒന്നും കൊടുക്കണ്ടായിരുന്നു. ആളുകൾ ഈ ഇത്തിക്കാപ്പിരിക്കുമ്പോൾ നോമ്പ് തുറക്കാൻ ഓരോ പരക്കാരെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ഈ പാപ്പാട്ടങ്ങനെ ഇപ്പം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പള്ളി. ഞാനിങ്ങനെ ഉണ്ട് എന്നപ്പോൾ ചിലർ പേരേറായിരുന്നു. അത് നിങ്ങളാരെങ്കിലും ശരി ചെയ്തോളൂ. അതൊക്കെ വളരെ മുടുക്ക സുന്നത്താണ്. നല്ല കാര്യമാണ്. എങ്ങനെ ഉണ്ടാവും കാര്യങ്ങൾ 10 ദിവസം എത്തിക്കാൻ നെയ്മത്തിലുള്ള ഈമാനും തത്വമൊക്കെ എങ്ങനെ കൂടിയിട്ടുണ്ടാവും. പിന്നെ അവിടെ പൂജ കളിപ്പിച്ചാനൊക്കെ നേരം പൂജയും കാര്യങ്ങളൊന്നും നോമ്പിട്ടാണ് കളിപ്പിച്ചല്ല. ഇതൊക്കെയാണ് പണി. കണ്ടോ, ഞാൻ വായിക്കണോ? 20 അന്ന് 21 രാവിലെ തലേന്നൊരു കയറിയിട്ട്, അത് തലേന്നല്ല അസറോട് കൂടെ മരുവിൻ്റെ മുമ്പ് കയറിയിട്ട് പെരുന്നാൾ നിസ്കരിച്ചിട്ട് പള്ളിക്കന്ന്. അതൊരു മുടുക്കായ സുന്നത്താണ്. മരിച്ചവരെ അമലാണ്. ആർക്കും പറ്റി കയ്യാത്താക്കിയത്. അതുണ്ടോ? ഇക്കൊല്ലുണ്ടെങ്കിൽ നല്ല കാര്യമാണെങ്കിൽ പിന്നേലും മതി. ഈ കൊല്ലം വേണ്ട, ചെയ്യും തീരുമാനിച്ചാൽ മതി. എന്നാൽ തന്നെ നമുക്ക് കൂടിയിട്ടു ചെയ്യേണ്ട അമലാണ്. നല്ല സൂപ്പർ അമലാണ്. ഇങ്ങനെ എന്തിനപ്പോൾ ഇങ്ങനെ പെരി തന്നെ എന്നും നടന്നോളൊന്നുമില്ലല്ലോ. രണ്ട് അക്കയിൽ പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട്. വയമ്പകയിലെ മൊയ്ത്തിനെ പറ്റി ഇതിങ്ങനെ തന്നെ മത്സരം. വയമ്പകയിലെ മൊയ്ത്തക്ക് പിന്നെ അവസാനത്തെ 10 ഈത്തിക്കാഫിരിക്കുമ്പോൾ വളരെ അത്യാവശ്യമാണ്. യദുഖുൽ മസ്ജിദ്, പള്ളിയിലേക്ക് വരൽ കബല ഉറൂബിൽ ഹാരി വല്ലിസീന 21 ഉറൂബിൻ്റെ മുമ്പ്. ഈ കൊല്ലത്തെ 21 അടുത്ത വെള്ളിയാഴ്ചയാണ്. അതിൻ്റെ ഉറൂബിൻ്റെ മുമ്പായിട്ട് വരിക. അത് വൈഹ്റജ് മിന്നു പള്ളിക്കന്ന് പോവുക. ബൈദൽ ഉറൂബി ലൈലത്തുൽ ഈദി, ലൈലത്തുൽ ഈദിൻ്റെ രാത്രിൻ്റെ ഉറൂബുണ്ടല്ലോ, ആ ഉറൂബിൻ്റെ ശേഷേ പോകാവൂ. അപ്പോൾ മുഖസുഹു എന്നിട്ട് ഓന് ഇങ്ങനെ ഇവിടെ പള്ളിയിൽ വസിക്കലും സുന്നത്താണ്. ഇതാ യുസല്ലിയ പെരുന്നാൾ സ്കരിക്കണവരെ ഔ യുഹ്റജു മിന്നു ഇലൽ മുസല്ല, അല്ലെങ്കിൽ പള്ളിക്കന്ന് മുസല്ലയിലേക്ക് പോകണവരെ. മുസല്ല പെരുന്നാൾ സ്കാരത്തിലെ പെരുന്നാൾ സ്കരിക്കാൻ എല്ലാവരും അവിടെ പള്ളിയിൽ കൊള്ളില്ലെങ്കിൽ ഈദ്ഗാഹാണ് നല്ലത്. എല്ലാവരും കൊള്ളില്ലെങ്കിൽ ഈദ്ഗാഹിനെക്കാട്ടും നല്ലത് പള്ളിയാണ്. ചിലർക്ക് ഈദ്ഗാഹാണ് നല്ലതെന്നുള്ള തെറ്റിദ്ധാരണയുള്ളത്. വളരെ വ്യക്തമായിട്ട് ഇമാമിയോട് പറഞ്ഞു, പള്ളിയിൽ എല്ലാവരും ഇവിടെ ഉൾക്കൊള്ളില്ലെങ്കിൽ മാത്രമേ പള്ളീൻ്റെ പുറത്തേക്കൊരു ജമാഅത്തുള്ള സുന്നത്തിന് വേണ്ടി പോകേണ്ടതുള്ളൂ.
ജമാഅത്ത് സുന്നത്തുള്ള എല്ലാ സുന്നത്ത് നിസ്കാരങ്ങൾക്കും പള്ളിയാണ് ഏറ്റവും അഫ്ദൽ. ഒറ്റക്ക് നിസ്കരിക്കുന്ന നിസ്കാരത്തിനൊക്കെ വീടാണ് ഇതുണ്ടോ, ഒറ്റക്ക് നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരത്തിനൊക്കെ നല്ലത് അവനവൻ്റെ പെരയാണ്. ഇപ്പോൾ ദുഹാ നിസ്കാരമൊക്കെ ദുഹായൊക്കെ പള്ളിക്കാനായിട്ട് വല്ല സുന്നത്തുണ്ട്. ജമാഅത്ത് സുന്നത്തുള്ള എല്ലാ സുന്നത്ത് നിസ്കാരങ്ങൾക്കും ഏറ്റവും നല്ലത് പള്ളിയാണ്. പെരുന്നാൾ നിസ്കാരത്തിനും അങ്ങനെ തന്നെയാണ്. പിന്നെ റസൂലുള്ളാഹിന്റെ കാലത്ത് പെരുന്നാൾ നിസ്കാരത്തിന് പള്ളിയിൽ ഉൾക്കൊള്ളാത്തതുകൊണ്ട് തങ്ങൾ മൈതാനിക്ക് പോയിട്ട്, അപ്പോൾ അതുകൊണ്ട് ഇവൻ മൈതാനിക്ക് പോവുകയോ അല്ലെങ്കിൽ പള്ളിയിൽ പെരുന്നാൾ നിസ്കരിക്കുകയോ ചെയ്തിട്ട് ആണ് പിന്നെ ഈ ഇത്തിഖാഫ് നിർത്തി കൂടിയൊക്കെ പോകേണ്ടത്. അങ്ങനെ ഒരു അമൽ ഉണ്ട്, മുടുക്കായ സന്നത്താണ്. അതിൽ നിങ്ങൾ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ശരി. മൈകേറ്റ് എസ്കേപ്പും വരുമ്പോൾ നമ്മൾ ഈ പല കുടുംബങ്ങളും അതൊന്നിട്ട് നിസ്കാരം കഴിഞ്ഞ ശേഷം സലാം പറച്ചിന് എന്താ കുയിലുറക്കാറങ്ങി അല്ലെങ്കിൽ മതം കറാത്തൊന്നുമില്ല, ഒച്ച ചോദിച്ചാൽ മതി. ഞാനാ പറഞ്ഞ വകുപ്പിൽ പെടുന്നില്ല. ഒരു ചെറിയ കിശലാന്വേഷണത്തിനൊന്നും കുഴപ്പമൊന്നുമില്ല. അല്ല ഇവിടെ സാധാരണ അത് ശരിയാണ്.